ഹലോ, എല്ലാവരും സുഖമായിരിക്കണമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഞണ്ട് കറിയായിട്ടാണ്. ഞണ്ട് കറി ഉണ്ടെങ്കിൽ രണ്ട് കറി വേണ്ട എന്നാണ് എല്ലാവരും പറഞ്ഞു കേട്ടിട്ടുള്ളത്. ആരാ പറഞ്ഞതെന്നൊന്നും ചോദിക്കില്ല. പണ്ടുള്ളവർ പറഞ്ഞു കേട്ട ഒരറിവ് മാത്രമേ എനിക്കുള്ളൂ. ഇന്ന് ഏട്ടൻ വരുമ്പോൾ കുറച്ച് ഞണ്ട് വാങ്ങിച്ചിട്ട് വന്നായിരുന്നു. അത് കണ്ടപ്പോൾ ഞാൻ സത്യമായിട്ട് എൻ്റെ അമ്മയെ ഓർത്തത്. നിങ്ങളെല്ലാവരും കല്യാണം കഴിഞ്ഞവരൊക്കെയാണ്, സ്വന്തം കഴിയാത്തവരുണ്ടെങ്കിൽ സ്വന്തം അമ്മമാരുണ്ടാക്കി തന്ന പക്ഷേ വായടച്ച് മിണ്ടാതെ കഴിക്കുന്നതായിരിക്കുന്നില്ല. കഷ്ടപ്പെട്ട് ഉണ്ടാക്കി കഴിക്കുമ്പോൾ ഭയങ്കര പാടാന്നുള്ളതെന്ന് എനിക്കിന്ന് മനസ്സിലായി. അങ്ങനെ ഞാൻ ഞണ്ടൊക്കെ വെട്ടിക്കഴുകി വൃത്തിയാക്കി. നമ്മൾ സാധാരണ ഞണ്ട് കറി ഉണ്ടാക്കുമ്പോൾ ഇവിടെ മലപ്പുറത്തുകാർക്ക് ഒരു പ്രത്യേകത, എന്തുണ്ടാക്കുമ്പോൾ ഇത്തിരി പെരിഞ്ചീരകം എന്ന് പറയുന്ന സാധനം അത് അധികം മുങ്ങി നിൽക്കുന്ന രീതിയിൽ ഇടാറുണ്ട്. അപ്പോൾ ഞാനും ഇട്ടു. കീഴ്വഴക്കങ്ങളൊന്നും നല്ല രീതിയിൽ തെറ്റിക്കാതെ കൊണ്ടുപോകാൻ ഞാനും ശ്രദ്ധിക്കാറുണ്ട്. പിന്നെ ചെറിയുള്ളി ഉള്ളവർ ചെറിയുള്ളിയെ തന്നെ നന്നാക്കി എടുക്കുക. കുറച്ച് കരഞ്ഞാലും മുന്നിൽ നന്നാക്കി എടുക്കുക. കാര്യം ഏറ്റവും കൂടുതൽ ടേസ്റ്റ് അതിലാണ് കിട്ടുക. ഞാൻ പക്ഷേ സവാള എടുത്തതിൻ്റെ ചെറിയുള്ളി ഉണ്ടായിരുന്നില്ല. സവാള എടുത്ത് ചൂടായ എണ്ണയിലോട്ടിട്ടു. അതിനുശേഷം വഴറ്റി കൊടുത്തു. അതൊക്കെ മീൻസ് വഴറ്റി കൊടുത്തു. വഴറ്റി കൊടുത്തതിന് ശേഷം കുറച്ച് ഉപ്പിട്ടു, പെട്ടെന്ന് വഴഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ട്. ശേഷം അതിലോട്ട് ഞാനൊരു 2 പച്ചമുളകും കുറച്ച് 2 തണ്ട് കറിവേപ്പില ഇട്ട് കൊടുത്ത് നല്ല രീതിയിൽ വഴറ്റാൻ തുടങ്ങി. വഴറ്റിയതിന് ശേഷം പിന്നീട് അതിലോട്ട് നല്ല വഴഞ്ഞ് വന്നപ്പോൾ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും കുറച്ച് കുരുമുളക് കൃഷി ചെയ്തും കൂടെ ഒരുമിച്ചിട്ട് കൊടുത്തേ. ഇട്ടതിന് ശേഷം അതിലോട്ട് പൊടികളായ വഴന്ന് വന്നതിന് ശേഷം പച്ചമുളക് മാറിയപ്പോൾ പൊടികളായ മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാല, മുളക് പൊടി ഇതെല്ലാം കൂടെ ഇട്ട് കൊടുത്ത് ഒന്ന് വഴറ്റി നല്ല വഴന്ന് വന്നപ്പോൾ അതിലോട്ടൊരു തക്കാളിയും കൂടെ മുറിച്ചിട്ട് കൊടുത്തായിരുന്നു. തക്കാളി മുറിച്ചിട്ട് കൊടുത്ത് അതൊന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം അതിലോട്ട് കഴുകി വൃത്തിയാക്കി വെച്ചത് ഞണ്ടിട്ട് കൊടുത്തു. ഞണ്ടിട്ടതിന് ശേഷം നമ്മളത് കുറച്ചും കൂടെ ഉപ്പിട്ട് കൊടുത്ത് കുറച്ച് വെള്ളം ഒഴിച്ച് അടച്ച് വെച്ച് ഞണ്ട് വേകാൻ അത്യാവശ്യം കുറച്ചൊരു ടൈം എടുക്കുമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അതുകൊണ്ട് ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്ത് അടച്ച് വെച്ച് കഴിച്ചു. നല്ല കുറച്ചൊരു സമയം കഴിയുമ്പോൾ നല്ല സ്മെല്ല് വരാൻ തുടങ്ങി. ഞാൻ തുറന്ന് നോക്കിയപ്പോൾ ഞണ്ടുള്ള വെള്ളവും ഞാൻ ഒഴിച്ച വെള്ളം കൂടെ അകക്കുളമായ അവസ്ഥയായിരുന്നു. പിന്നീട് അതെല്ലാം ഞാൻ വറ്റിച്ചു. കുറച്ച് സമയം എടുത്തായാലും കൂടുമില്ല, കുറച്ചും കൂടെ വറ്റിച്ച് വെള്ളം കുറച്ച് കുറവാക്കി. നമ്മളിവിടെ ചപ്പാത്തിയാണ് കഴിക്കുന്നത്, അതുകൊണ്ടാണ് അത്യാവശ്യം ഞാൻ വെള്ളം ഒഴിച്ചത്. പിന്നീട് എനിക്ക് കുറച്ചും കൂടെ ഉണ്ടായത് നന്നായെന്ന് തോന്നിയിരുന്നു കേട്ടോ. വെള്ളമൊക്കെ ഒഴിച്ച് വൃത്തിയാക്കി പിന്നീട് അതിലോട്ട് കുറച്ച് വെന്ത് വന്നതിന് ശേഷം കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ലേശം ഉലുവേൻ്റെ പൊടിയും കൂടെ ഇട്ടപ്പോൾ നല്ല സ്മെല്ലായി കേട്ടോ. സ്വന്തമായിട്ട് നമ്മൾ കഷ്ടപ്പെട്ട് ഉണ്ടാക്കുമ്പോൾ നമുക്കതിൻ്റെ സ്മെല്ലും അതിൻ്റെ ടേസ്റ്റൊക്കെ നന്നായിട്ട് അനുഭവിക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഇതുവരെ ഞണ്ട് കറി ട്രൈ ചെയ്ത് നോക്കാത്തവരും ട്രൈ ചെയ്ത് നോക്കുക. എങ്ങനെയാണ് ഉണ്ടാക്കുന്നത്, എന്താണെന്ന് ഉണ്ടാക്കുന്നതെന്ന്. അപ്പോൾ ഉണ്ടാക്കി നോക്കിയതിന് ശേഷം അഭിപ്രായം പറയാം കേട്ടോ. ഇഷ്ടപ്പെട്ടെങ്കിൽ മാത്രം ലൈക്ക് ചെയ്യുക.